അങ്ങനെ സുനിലിന്റെ അച്ഛനും അമ്മയും സൂര്യയുടെ വീട്ടിലെത്തുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഇത്രയും ഒരു നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നത്തോടു കൂടി അവരെ ഈ വീട്ടിലുള്ള താമസം മതിയാക്കണം. അപ്പോൾ അവന്റെ അമ്മ മോഹിനി ശർമ്മ പറയാണ്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. ഇപ്പോൾ അവൻ ഇവിടെയുണ്ടെന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇനി അവൻ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ തിരിച്ചു വരില്ല എന്ന് പറയാണ്. എന്തിനാണ് ഭാവന വരാൻ പറഞ്ഞത് നമുക്ക് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി സൂര്യയുടെ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആ സമയത്താണ് സുനിലും മാനസയും കൂടി മുകളിൽ നിന്നും സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഇത് കാണുന്നു സുനിലിന്റെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വരികയാണ്. ഓഹോ, നീ ഇപ്പോൾ ഇവളോടൊപ്പം താമസം തുടങ്ങിയല്ലേ? അതേച്ച, അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടെ സുനിൽ. നിനക്ക് എന്റെ തോന്നിയാസത്തിനൊത്ത് ജീവിക്കണം അല്ലേ? സുനിൽ പറയുന്നില്ല, ഇതെന്റെ തോന്നിയാസമല്ല അച്ഛ, മാനസ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞതല്ലേ. ജീവിക്കുകയാണെങ്കിൽ ഇനി ഇവളോടൊപ്പമായിരിക്കും. അപ്പോൾ മോഹിനി ശർമ്മ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞ് നിന്റേതാണെന്നുള്ള കാര്യം ഉറപ്പിച്ചോ? അത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ അറിയേണ്ടത് അതാണോ എന്ന് ചോദിക്കാണ് സുനിൽ. അതെ, എനിക്ക് ആദ്യം അറിയേണ്ടത് അതാണ്, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, എന്നാൽ ആ സംശയം വേണ്ട ആന്റി, ഇത് സൂര്യയുടെയും ഭാവയുടെയും കുഞ്ഞാണ്, ഞങ്ങളുടേതല്ല. ഇത് കേട്ടൊരു അവർ മൂന്ന് പേരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനാവില്ല. ഞങ്ങളുടെ മകനെ കുറിച്ച് ഞങ്ങൾക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സംസാരം കേട്ടുകൊണ്ടാണ് സൂര്യയും ഭാവനയും അവിടേക്ക് ഇറങ്ങി വരുന്നത്. അവരെ കണ്ടതും മഹേന്ദ്ര ശർമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ഭാവന, ഇവളീ പറഞ്ഞതാണ് യാഥാർത്ഥ്യം? അത് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഭാവന പറയുന്നുണ്ട്, എന്തിനും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കണമല്ലോ, അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആദ്യം നിങ്ങൾ ഇരിക്കണം എന്ന് പറയാൻ. അപ്പോൾ മോഹിനി ശർമ്മ ഉടൻ തന്നെ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങളോട് കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സുനിൽ ഒരിക്കലും മാനസയെ കൂടാതെ ഇവിടെ നിന്നും പോകാൻ തയ്യാറാവില്ല. അത് നിങ്ങൾക്കും അറിയാമല്ലോ. ഞങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ടും സുനിലിനെ ഇവിടെ നിന്നും ഒഴിവാക്കാനും പറ്റിയില്ല. ഇപ്പോൾ ഇവർ തന്നെ ഒരു തീരുമാനമെടുത്തു, വിവാഹിതരാവാൻ എന്ന് പറയണ്ടോ. ഇത് കേട്ടതും വീണ്ടും സുനിലിന്റെ അച്ഛനും അമ്മയും ആകെ ഷോക്കാവാൻട്ടോ. സുനിലിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടു നടക്കുന്ന ഇവളെ ഒരിക്കലും വിവാഹം കഴിക്കേണ്ട ഗതികേട് എന്റെ മകനില്ല. മോഹിനി ശർമ്മയും പറയുന്നുണ്ട്, ഇവളെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റി. സുനിൽ പറയുന്നുണ്ട്, അമ്മ സ്വീകരിക്കണ്ട, ഞാൻ സ്വീകരിച്ചോളാം. മോഹിനി ശർമ്മ പറയുന്നത്, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് നിന്റെ കുഞ്ഞാണെന്ന്. ഇതിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥയായില്ലേ. എന്നാലും നിനക്ക് ഞങ്ങളുടെ മോനോട് ഇങ്ങനെ ചതി ചെയ്യാൻ തോന്നിയല്ലോ മാനസ. ഈ അമ്മയുടെ കണ്ണുനീരിനെ നീ സമാധാനം പറയേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നത്, ആന്റി, ഞാൻ ആരെയും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോമില്ല. എന്നെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളുടെ മകനാണ്. ഇനി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അവസാനം സുനിൽ പറയുന്നത്, അച്ഛ, എന്തിനാ വെറുതെ ഒരു സംസാരം? ഞാൻ മാനസയല്ലാതെ മറ്റൊരു പെണ്ണിനെ കെട്ടില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത്, മോനെ, നീ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെ തീരുമാനമെടുക്കുക. ഇല്ലെങ്കിൽ എന്റെയോ നിന്റെ അമ്മയുടെ സ്വത്തിൽ നിന്നും ഒരു തുള്ളി പോലും നിനക്ക് കിട്ടില്ല. അപ്പോൾ സുനിൽ പറയുന്നത്, വേണ്ടച്ച, ഞാനിപ്പോൾ ആ പഴയ ആഡംബര പ്രിയനൊന്നുമല്ല. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. പക്ഷെ എന്നോടൊപ്പം ഇവൾ ഉണ്ടാകണം. അങ്ങനെ അവസാനം മഹേന്ദ്ര ശർമ്മ മോഹിനിയോട് പറയുന്നത്, മോഹിനി, നീ വാ, ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? നമ്മളോട് ഇങ്ങനെ ചതി ചെയ്യാൻ ഇവന് തോന്നിയാൽ. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും യാത്രയാവാൻ കേട്ടോ. ശേഷം മാനസ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വിവാഹം നിശ്ചയിച്ചതൊക്കെ ശരി തന്നെയാണ്. അതിന് ഞാൻ ഏറ്റെടുത്ത കാര്യം നടന്നിട്ടേ ഈ വിവാഹം നടക്കൂ. ഈ കുഞ്ഞിനെ സൂര്യയും ഭാവനയും ഏൽപ്പിച്ചാലേ എന്റെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് പോവാൻ. എന്നിട്ട് റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരയാൻ. പിന്നാലെ തന്നെ സുനിലും എത്തുന്നുണ്ട്. അവൻ മാനസയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. മാനസ, താൻ ഇതൊന്നും കാര്യമാക്കേണ്ട. അല്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ഈ കാര്യത്തിൽ പണ്ടേ താല്പര്യമില്ലല്ലോ. എല്ലാം എന്റെ തെറ്റാണ്. തന്നോടൊന്നും പറയാതെ ഞാൻ മാറി നിന്നതാണ് എല്ലാത്തിനും കാരണം. മാനസ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും സുനിലേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. താൻ എന്തിനാ ഡെലിവറി കഴിഞ്ഞിട്ട് മാത്രം വിവാഹം മതി എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട സുനില്. അപ്പോൾ മാനസ പറയുന്നത്, അങ്ങനെ മതി സുനിലേട്ടൻ, എന്നാലേ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സുനിലേട്ടന്റെ അച്ഛനും അമ്മയും ഇനി എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ സുനിൽ പറയുന്നത്, ഏയ്, താൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. തന്നോടൊപ്പം ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാകുമെന്ന് വാക്കു തന്നതാണ്. അത് ഞാൻ പാലിച്ചിരിക്കും. മാനസ പറയുന്നത്, ഞാൻ ഇത്രയും നാളെ സുനിലേട്ടനെ അകറ്റി നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ആ പഴയ മാനസ അല്ലാത്തത് കൊണ്ടാണ്. ഏതൊരു പുരുഷന്റെ മനസ്സിൽ അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. സുനിലേട്ടന്റെ മനസ്സിലും അങ്ങനെ സ്വപ്നമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സുനിലേട്ടന്റെ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ട് എനിക്ക് നിൽക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും അകലാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെയും സുനിലേട്ടൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, മാനസ, നമ്മുടെ മനസ്സുകൾ തമ്മിലാണ് ആദ്യം അടുത്തത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇനി നിന്ന നിപ്പിൽ ഞാൻ മരിച്ചു പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ട സുനിൽ. ആ വാക്കുകൾ കേട്ട് മാനസ കരയാൻ. ഇത് സുനിലിന്റെ വാ പൊത്തി പിടിക്കാൻ. എന്നിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് കാണിക്കുന്നത് ജയയും ദേവനും കൂടിയും മാനസയുടെ സുനിലിന്റെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ. ദേവൻ പറയുന്നത്, എന്തായാലും മാനസിക സുനിലിനെ അവസാനം സ്വീകരിക്കാൻ തോന്നി നന്നായി. ഇല്ലെങ്കിൽ അവളുടെ ഭാവി ജീവിതം എന്താകുമായിരുന്നു. ഡെലിവറിക്ക് ശേഷം മാത്രം വിവാഹം മതി എന്ന് അവൾ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ വിവാഹത്തിന് വരുന്നവരോടൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു മടുത്തേനെ. ജയൻ പറയുന്നത്, ഞാൻ അത്രക്കങ്ങ് ചിന്തിച്ചില്ല ദേവൻ. എങ്ങനെയായാലും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിക്കാൻ കേട്ടോ. മാനസയുടെയും സുനിലിന്റെയും വിവാഹം കഴിഞ്ഞതോടു കൂടി നമുക്ക് ഈ വീട്ടിൽ നിന്ന് താമസം മാറണം. പിന്നീട് അവർ ഇവിടെ സന്തോഷമായി കഴിയട്ടെ.
ഇങ്ങനെയൊക്കെ ദേവന് പറയാൻ കേട്ടോ. അതേസമയം സൂര്യയും ഭാവനയും ഇതേ കാര്യം തന്നെ ചർച്ച ചെയ്യാണ്. സൂര്യ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും തീരുന്നു എന്ന് തോന്നുന്നില്ല ഭാവന. ആ സുനിന്റെ അച്ഛനും അമ്മയും അല്പം വാശിക്കാരാണ്. പോരാത്തിന് ഗുണ്ടായുസവും കയ്യിലുണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവരുടെ ഗുണ്ടായുസൊന്നും ഇനി വില പോകില്ല സൂര്യ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്വന്തം മകനാണ്. അതുകൊണ്ട് ചോര കൊണ്ടൊന്നും അവർ ഒരിക്കലും കളിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാമെന്ന് സൂര്യയും പറയാം. അതേസമയം സുനിന്റെ അച്ഛനും അമ്മയും കൂടി അവരുടെ കാര്യം തന്നെയാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്നത് നമ്മുടെ മകൻ ഇത്ര വിഡ്ഢിയായി പോയാൽ ഇതെങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയാൻ. അപ്പോൾ അവന്റെ അമ്മ പറയുന്നത് വേണ്ട, ഒന്നിനും പോകണ്ട, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എനിക്കതൊന്നും കാണാൻ വയ്യ. നമ്മുടെ മകന്റെ കുഞ്ഞാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം സഹിക്കാനും പൊറുക്കാനും തയ്യാറായത്. ഇപ്പോൾ അതെല്ലാം ബോധ്യമായി. എന്നെങ്കിലും അവളെ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് അവൻ തിരിച്ചു വരും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്ന നമ്മളാണ് ശരിക്കും വിഡ്ഢികളായത്. അതുകൊണ്ട് വിട്ടേക്ക് മഹിയേട്ട, നമ്മുടെ തലവിധി നമുക്ക് തന്നെ അനുഭവിച്ചു തീർക്കാം എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പോവാൻ. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് മഹേന്ദ്ര ശർമ്മ മനസ്സിൽ ഉറപ്പിക്കാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ വിജയപത്മനും ജാനകിയും ഭാനുവിന്റെ വിവാഹം വീണ്ടും ഉറപ്പിച്ച വിവരം അറിഞ്ഞെത്തുകയാണ്. അങ്ങനെ ഗായത്രിയോട് ചോദിക്കുന്നു എന്തൊക്കെ ഗായത്രി ഞാൻ കേൾക്കുന്നത്, എന്താണ് ഇതിന്റെ പെട്ടെന്നുള്ള തീരുമാനം ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് എല്ലാം ഭാവന ഏട്ടത്തിയോട് പറഞ്ഞില്ലേ, അങ്ങനെ ചില സാഹചര്യങ്ങൾ തീരുമാനിക്കേണ്ടി വന്നു എന്നൊക്കെ പറയാൻ. എന്തായാലും അത് നന്നായി, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുകയാണ് നല്ലത് എന്നൊക്കെ അവരും പറയാൻ. അതേസമയം സൂര്യയും ഭാവനയും അവിടെ എത്തുന്നുണ്ട്. ഭാവനയും പറയുന്നുണ്ട് ഇവിടെ ഏതൊരു വിവാഹത്തിന് മുൻപിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, ഇതിപ്പോൾ അങ്ങനെയായി നമുക്ക് കണക്കാക്കാം. ഇങ്ങനെയൊക്കെ ഓരോ തമാശകൾ പറഞ്ഞ് അവർ ചിരിക്കാൻ. അവസാനം ഗായത്രി പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഏട്ടത്തി, നാളെയാണ് ആ വസ്തുവിന്റെ കച്ചവടം തീരുമാനമാകുന്നത്. രമേശ് കൊണ്ടുവന്ന ആ പാർട്ടി തന്നെയാണ് എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിടരുകയാണ്. സൂര്യ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം പൂവണിയാൻ പോകുന്നു അല്ലേ എന്ന് പറയാണ്. വീണ്ടും എല്ലാവരും ചിരിക്കാൻ. രാത്രിയിലെ ഭാനുവിന്റെ ഫോണിലേക്ക് ജയേഷ് വിളിക്കുന്നുണ്ട്. ഭാനു, നിനക്കെന്നോട് പിണക്കമുണ്ടോ? നാളെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഭാനു പറയുന്നുണ്ട് ആവാം, എനിക്കും ജയേഷിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. എങ്കിൽ നമുക്ക് പഴയ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറയാൻ. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഗായത്രിയുടെ പേരുള്ള ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടോ. ശേഷം അതിന്റെ തുക ഗായത്രിയുടെ കയ്യിൽ ഐശ്വര്യമായിട്ട് തന്നെ അയാൾ നൽകിയാണ്. അങ്ങനെ സന്തോഷത്തിൽ കൂടെ ഗായത്രി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ തല താഴ്ത്തി അത് സന്തോഷത്തോടുകൂടി വാങ്ങാൻ കേട്ടോ. അവിടെ നിൽക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും സന്തോഷമാവാണ്. വിജയപത്മൻ പറയുന്നുണ്ട് ഗായത്രി ഇപ്പോൾ സമാധാനമായില്ല, എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു തീരുമാനമായല്ലോ. ഇപ്പോൾ ഇവരൊക്കെ ആരാ, കോടീശ്വരന്മാരും കോടീശ്വരിമാരൊക്കെ അല്ലേ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ചിരിക്കാണ്. ജാനകി പറയുന്നുണ്ട് ഈ കുടുംബത്തിനെന്നും ഈശ്വരന്റെ കാവലുണ്ട്, അതുകൊണ്ടാണ് ഓരോ ബുദ്ധിമുട്ടുകളും മല പോലെ വരും എന്നാൽ എലി പോലെ അത് അവസാനിക്കും എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് അവസാനമായിട്ട് ഭാനുവിന്റെ കാര്യം എന്തൊക്കെയാണ് നടന്നത്, എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഇത് തന്നെ ഒരു ഉദാഹരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിയാണ്ട്. ശേഷം ഭാവന ഗായത്രിയോട് പറയുന്നുണ്ട് അമ്മേ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും മാഷോടും ടീച്ചറോടും പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഭാവന പുറത്തേക്ക് പോവുകയാണ്. ഏറെ സമയം കഴിഞ്ഞ് ഭാവന തിരിച്ചു വരുന്നുണ്ട്. അവളുടെ മുഖം കാണുമ്പോൾ ഗായത്രിക്ക് വലിയ സംതൃപ്തിയൊന്നുമില്ല. ഇനി അവർ വീട് തരാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഭാവന തിരിച്ചു വരുന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അവർക്കായാലും ഈ വീട് അങ്ങ് പൂർണ്ണമായിട്ട് വിട്ടുതരാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്കായതുകൊണ്ട് അവർ സന്തോഷത്തോടെ സമ്മതം മൂളുകയും ചെയ്തു. അടുത്തു തന്നെ നമുക്ക് ഈ വീടിന്റെ ആധാരവും കാര്യങ്ങളെല്ലാം നമുക്ക് കൈമാറും. പിന്നെ എന്നേക്കുമായിട്ട് ഈ വീട് അമ്മക്കും നമ്മൾക്കും സ്വന്തം എന്നൊക്കെ പറയാൻ കേട്ടോ. അമ്മയുടെ ആഗ്രഹം പോലെ ഈ വീട് നമുക്ക് തരാമെന്ന് അവർ സമ്മതിച്ചില്ലേ എന്നൊക്കെ പറയാൻ. ഗായത്രിയുടെ കണ്ണാകെ നിറഞ്ഞിട്ട് അവൾ കരയാൻ കേട്ടോ.